യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിച്ചോളട്ടെ. നാം ഈ വർഷവും വലിയ നോയമ്പിൻ്റെ അനുഭവത്തിലാണല്ലോ. വലിയ നോയമ്പത്തിൽ ക്രിസ്തുവുമായിട്ട് ജീവിതത്തിൽ മുന്നേറുവാനായിട്ട് നമുക്ക് ഇടയാകണം. ജീവിതത്തിൽ നമ്മൾ ക്രിസ്തുവിനോടൊപ്പം സഞ്ചരിക്കുവാനായിട്ട് നമുക്ക് ഇടയാകണം. ഈ ദിവസങ്ങളിൽ ക്രിസ്തുവിൻ്റെ സാഹിത്യം നമുക്ക് അനുഭവിക്കാനായിട്ട് ഇടയാകട്ടെ. ഈ ദിവസത്തിൻ്റെ ചിന്തകൾ, ധ്യാനങ്ങളെല്ലാം നമുക്ക് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാനായിട്ട് ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയത്തിന് ആസ്പദമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. ദൈവത്തിന്റെ മുൻപാകെ നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വെക്കുന്നതാണ് പ്രാർത്ഥന എന്നുള്ളത്. പലപ്പോഴും ഇന്ന് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളുടെയും ആവശ്യങ്ങളുടെയും ഒരു നീണ്ട പട്ടിക നിരത്തി വെക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു കാര്യം മറക്കുന്നു, നമ്മുടെ സൃഷ്ടിതാവായിട്ടുള്ള ക്രിസ്തുവിനെ നമ്മൾ മറക്കുവാനായിട്ട് ഇടയാകുന്നു. ഈ നാളുകളിൽ നമ്മുടെ പ്രാർത്ഥനയുടെ മനോഭാവം കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടിയിരിക്കുന്നു. ഹൂ ആം ഐ എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകുന്നു. ഞാൻ ആരാകുന്നു? നമ്മൾ നമ്മുടെ സൃഷ്ടിതാവായിട്ടുള്ള ദൈവത്തെ മറക്കുന്നു. നമ്മൾ ഐ എന്ന വാക്കിന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ഞാൻ എന്ന ഭാവത്തിനാണ് കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അതുവഴി സ്വയം കേന്ദ്രീകൃതമായിട്ടുള്ള ജീവിതത്തിലേക്കാണ് നമ്മൾ കടന്നുകൂടി വന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, സെൽഫിയുടെ ലോകമാണ്. സെൽഫിയുടെ ലോകത്തിൽ നാം എന്താണ് കാണുന്നത്? നമ്മളെ തന്നെയാണെങ്കിൽ എല്ലായിടത്തും തന്നെ കാണിക്കാനായിട്ടുള്ള പ്രവണതയാണ്. ഈ പ്രവണതകൾ പലപ്പോഴും ഒരു സാഹസികത കാണിക്കാനായിട്ട് മുതിർന്നു വരുമ്പോൾ അതൊരു പക്ഷേ മരണത്തിൻ്റെ വക്കോളം എത്തിച്ചേരുന്നു എന്നൊരു കാര്യം പറയാതിരിക്കാനായിട്ട് കഴിയുകയില്ല. പ്രിയമുള്ളവരെ, ആദ്യമായിട്ട് നമുക്ക് പരീക്ഷൻ്റെ പ്രാർത്ഥനയെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പരീക്ഷൻ എന്ന വ്യക്തി കൽപ്പനകളെ പ്രമാണിക്കുന്നവനും അതെല്ലാം വ്യാഖ്യാനിക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ദേവാലയത്തിൽ ചെല്ലുമ്പോൾ എന്താണ് പറയുന്നതെന്ന് ഓർത്താൽ, ദൈവമേ, ഞാൻ നീതികേട് പ്രവർത്തിക്കുന്നില്ല, വ്യഭിചരിക്കുന്നില്ല, ഞാൻ മോഷ്ടിക്കുന്നില്ല, തന്നെയും അല്ല, ഞാൻ ഈ ചുങ്കക്കാരനെ പോലെ അല്ലാത്തതിനാൽ യഹോവയെ വാഴ്ത്തുന്നു എന്ന് പറയുന്നു. വീണ്ടും തൻ്റെ ആചാര അനുഷ്ഠാനങ്ങൾ ദൈവം സന്നിധിയിൽ ഈ പരീക്ഷൻ ക്ലെയിം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നു. ഞാൻ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, അതുപോലെ തന്നെ ലഭിക്കുന്നതിനൊക്കെ പദാരം നൽകുകയും ചെയ്യുന്നു എന്ന് സമർത്ഥിക്കുകയും ചെയ്യുന്നു. എന്നാൽ ദൈവം ഈ മനുഷ്യന്റെ പ്രാർത്ഥനയെ കൈക്കൊള്ളുന്നില്ല. കേവലം ആചാര അനുഷ്ഠാനങ്ങളെ പ്രസാദിക്കുന്ന ഒരു ദൈവമല്ല, പിന്നെയോ അനുതപിക്കുന്ന മനസാദരമുള്ള ഹൃദയമാകുന്ന ദൈവത്തിന് വേണ്ടതെന്ന് നമുക്ക് ഈ ഭാഗത്തോടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. രണ്ടാമതായിട്ട് ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയൊക്കെ നമുക്ക് കടന്നു വരാം. ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയിൽ ഒന്നും പുകഴുവാനോ ഒരു നേട്ടങ്ങൾ തന്നെ അദ്ദേഹത്തിന് സമർപ്പിക്കാനായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആ ഭാഗം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ദൂരത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും തുനിയാതെ, ദൈവമേ, ഞാൻ പാപിയായ ഒരു മനുഷ്യൻ, എന്നോട് കരുണ ഉണ്ടാകണമേ എന്ന് ആ മനുഷ്യൻ മാറത്തടിച്ച് ചങ്കത്തടിച്ച് നിലവിളിക്കുന്നു. ഈ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയേക്കാൾ വലിയ ഒരു പ്രാർത്ഥനയില്ല. തീർച്ചയായിട്ടും ദൈവം ഈ മനുഷ്യന്റെ പ്രാർത്ഥന കേട്ടു. എന്തെന്നാൽ ദൈവം മനുഷ്യൻ ഒരു കേട്ടതെന്നാൽ അനുതപിക്കുന്ന ഒരു മാനസാന്തര ഒരു ഹൃദയമുള്ള ഒരു മനുഷ്യനെന്ന് മനസ്സിലായി ഈ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയെ കൈക്കൊണ്ട് അവൻ ഭവനത്തിലേക്ക് മടങ്ങിപ്പോവാനായിട്ട് ഇടയാകുന്നു. തീർച്ചയായിട്ടും ആ ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, തന്നെത്താൻ ഉയർത്തുന്നവൻ എല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. തീർച്ചയായിട്ടും നമ്മുടെ ഈ നോയമ്പിലെ ദിവസങ്ങളിൽ ഒരു ട്രാൻസ്ഫോമിംഗ് ലൈഫ് നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. രൂപാന്തരത്തിന്റെ ഒരു അനുഭവം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ ദൈവം, അതാണ് രൂപാന്തരങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ അപ്രകാരമുള്ള ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാകുവാനായിട്ട് ഇടയാകട്ടെ. രണ്ടാമതായിട്ട് റിന്യൂവൽ ഓഫ് ലൈഫ് എന്നതാണ് പുതുക്കത്തിന്റെ അനുഭവം എന്നുള്ളത്. അത്രയും ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയതെല്ലാം കഴിഞ്ഞുപോയി, പുതിയതായി ഇതാ സർവ്വതും പുതുതായിരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും പുതുക്കത്തിന്റെ ഒരു അനുഭവം നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അഭിമന്യ ഡോക്ടർ ജോസഫ് മാർത്തോമാ മെത്രാപ്പോലീത്ത തിരുമനസ് മാരാമൺ കമ്മീഷൻ നമ്മളെ നിരന്തരം ഓർപ്പിക്കുന്ന ഒരു കാര്യം, ഒരു വേദഭാഗം ഞാൻ ഓർമ്മിച്ചോട്ടെ. മീഖ 6:8, മനുഷ്യ, ഞാൻ നിനക്ക് നല്ലത് കാണിച്ചു തന്നിരിക്കുന്നു, ന്യായം പ്രവർത്തിക്കാനും ദയാതൽപരനായിരിക്കാനും നിന്റെ യഹോവയുടെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും ആയിട്ടത്രേ യഹോവ നിന്നെ ആഗ്രഹിക്കുന്നത്. അപ്രകാരം ഒരു താഴ്മയുള്ള ക്രിസ്തുവിലുള്ള ഒരു മനോഭാവം നമുക്ക് ഈ നോയമ്പിൽ രൂപപ്പെടുത്തിയെടുക്കാൻ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും.